ഹായ് നമസ്കാരം, എല്ലാവർക്കും റൈറ്റ് സൈസിലേക്ക് സ്വാഗതം. എല്ലാവരും ഇനി വരാൻ പോകുന്ന ഒരുപാട് കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് വിശദമായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എക്കണോമിക്സിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കുറച്ച് കൺഫ്യൂസിങ് ആണ്, ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിപ്പോൾ ഒരു UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ, ഏത് എക്സാം ആണെങ്കിലും, ഈവൻ ബാങ്ക് എക്സാം ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്നൊരു ടോപ്പിക്കാണ് ഈ നാഷണൽ ഇൻകം. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെത്തേഡ് ടു മെഷർ ദ നാഷണൽ ഇൻകം? നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനം, അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് ദേശീയ വരുമാനം എന്ന്. ഈ ദേശീയ വരുമാനം കണക്കാക്കുന്ന മെത്തേഡ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? നമുക്കറിയാം അല്ലേ, ദേശീയ വരുമാനം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ചാനലിൽ തന്നെ ദേശീയ വരുമാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ദേശീയ വരുമാനം കണ്ടെത്താനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഓക്കെ, അതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള മാർഗ്ഗമെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഓപ്ഷൻ ബി ഇൻകം മെത്തേഡ്, ആൻഡ് ഓപ്ഷൻ സി പ്രൊഡക്റ്റ് മെത്തേഡ്, ആൻഡ് ഓപ്ഷൻ ഡി ഓപ്ഷൻ സി പ്രൊഡക്റ്റ് മെത്തേഡ്, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഏതാണ് നമ്മളുടെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള മെത്തേഡ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ദേശീയ വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ നമുക്ക് പ്രധാനമായിട്ട് 3 മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അടുത്തത് ഇൻകം മെത്തേഡ്, ദെൻ പ്രൊഡക്റ്റ് മെത്തേഡ്. ഓക്കെ, ഈ 3 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഈ 3 മെത്തേഡ്സ് എന്ന് പറയുന്ന ഭാഗം തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾ SSCക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാകാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ UPSC സിവിൽ സർവീസിന് ചോദിച്ചിട്ടുണ്ട്, കേരള PSC പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഈ 3 മെത്തേഡ് നമുക്ക് എന്താണെന്ന് പറഞ്ഞു പോകാം, ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ മലയാളത്തിൽ പറയും ചെലവ് എന്ന് പറയാം അല്ലേ, നമ്മൾ ചിലവാക്കുന്ന തുക, അതിനാണ് നമ്മൾ എക്സ്പെൻഡിച്ചറാണെന്ന് പറയാം. നമ്മൾ പറയാറുണ്ട് അല്ലേ, ഈ മാസം എനിക്ക് ഇത്ര എക്സ്പെൻഡിച്ചർ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കണക്കാക്കുന്നത് നോക്കാം. ഓക്കെ, പ്രധാനമായിട്ട് നമ്മുടെ രാജ്യത്ത് ചെലവ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ വരുന്ന രീതികൾ നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള വ്യക്തികൾ, ഹൗസ് ഹോൾഡ്സ്. ഓക്കെ, ഇത് ഹൗസ് ഹോൾഡ്സ് നമ്മൾ പ്രധാനമായിട്ട് പറയാം. ഹൗസ് ഹോൾഡ്സ് നമ്മളെയൊക്കെയാണ് നമ്മൾ ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോലുള്ള വ്യക്തികൾ നമ്മളുടെ ചിലവിന് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിത ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കാറുണ്ട് അല്ലേ. നമ്മളിപ്പോൾ തുണി വാങ്ങാൻ പൈസ ചിലവാക്കാറുണ്ട്, യാത്ര ചെയ്യാൻ പൈസ ചിലവാക്കാറുണ്ട് അല്ലേ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കാറുണ്ട്. ഇങ്ങനെ പല കാര്യത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരാളുടെ ഇൻകം ആയിരിക്കും ഇല്ലേ. നമ്മളൊരു തുണിക്കടയിൽ പോയി ഒരു തുണി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പെൻഡിച്ചറാണ് തുണി എന്ന് പറയുന്നത്. നമ്മൾ അതിന് വേണ്ടി കൊടുക്കുന്ന 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ, ഇതെന്ന് പറയുന്നത് വേറൊരാളെ സംബന്ധിച്ച് അവരുടെ ഇൻകമാണ്. സോ എക്സ്പെൻഡിച്ചർ. സോ ഹൗസ് ഹോൾഡ്സിൻ്റെ കൺസംഷൻ ഒരു തരത്തിൽ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തി അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കാർ വാങ്ങുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി നടത്തുന്ന ആൾ ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം എന്താണ്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനുവേണ്ടി ചിലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ജി, അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ചിലവാക്കുന്ന തുക, ഗവൺമെൻറ് സ്പെൻഡിങ്.
സർക്കാർ എന്തിനൊക്കെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്? സർക്കാരിനെ എന്താ പറയുക, എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് സർക്കാർ പൈസ ചിലവഴിക്കാറുണ്ട്, ഹെൽത്ത് സെക്ടറിലേക്ക് കൊടുക്കാറുണ്ട്, ഡിഫൻസ്, നമ്മൾ പറയുന്ന ഡിഫൻസ് അല്ലേ, ഡിഫൻസ് ഞാനൊന്ന് എഴുതാം, ഡിഫൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട് അല്ലേ, ഇങ്ങനെ പല മേഖലകളിലേക്കും അതിന് സാലറി കൊടുക്കാറുണ്ട്, എംപ്ലോയീസിന് സാലറി കൊടുക്കാറുണ്ട് ഗവൺമെൻറ്. ഇങ്ങനെ പല രീതിയിൽ സർക്കാർ ചിലവഴിക്കുന്നുണ്ട്. അതും നമ്മളൊരു സൈഡിൽ പറയുമ്പോൾ നമ്മുടെ നാഷണൽ ഇൻകമാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത എക്സ് മൈനസ് എം, ഇതൊന്ന് നോക്കി വെച്ചോണം. എക്സ് മൈനസ് എം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയും. അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ് എക്സ് മൈനസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളെ രാജ്യം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക മൈനസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന തുക. ഓക്കെ, അപ്പോൾ എത്ര ആയിരിക്കും അത്? 50 രൂപ. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്തപ്പോൾ നമുക്ക് 50 രൂപ കിട്ടി. ഉദാഹരണം ഞാൻ ചെറിയൊരു ഫിഗർ പറഞ്ഞു എന്നേ ഉള്ളൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ 50 രൂപ കിട്ടി എക്സ്പോർട്ട് ചെയ്തപ്പോൾ. നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 30 രൂപ ചിലവഴിച്ചു. നമ്മുടെ രാജ്യത്തേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇറക്കുമതി ചെയ്യണമായിരുന്നു, അതിന് വേണ്ടി നമ്മൾ 30 രൂപ കൊടുത്തു. അപ്പം 50 മൈനസ് 30 20. ഇതാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലുള്ള നാഷണൽ ഇൻകം കാൽക്കുലേഷൻ. അതായത് കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 വരുന്നുണ്ട്. ഓക്കെ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്, ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ് മൈനസ് എം. ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലുള്ള നമ്മളുടെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് ചോദിച്ചെന്നിരിക്കാം. ഈ ഫോർമുല തന്നിട്ട് ചോദിക്കുക ഇതിനകത്തിൽ ഓരോ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ. അടുത്ത മെത്തേഡാണ് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെഷേഴ്സ് നാഷണൽ ഇൻകം ബൈ സമ്മിങ് അപ്പ് ഓൾ ഫാക്ടർ ഇൻകം സച്ച് ആസ് വേജ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അതായത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന തുക, അവർ നേടുന്ന വരുമാനം എല്ലാം കൂടെ കൂട്ടി എടുക്കുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സ്ഥാപനം പ്രവർത്തിക്കുകയാണ്. ആ സ്ഥാപനത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഇൻകം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയെ നോക്കുമ്പോൾ, ഒരു കമ്പനി പ്രവർത്തിക്കുന്നു, അവിടെ ഒരുപാട് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫുകൾ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്ന വേജസ്, അല്ലെങ്കിൽ കമ്പനിയുടെ ബിൽഡിങ്ങിന് നമ്മൾ എടുക്കുമ്പോൾ, കമ്പനി പ്രവർത്തിക്കുന്നു, കമ്പനിക്കൊരു ബിൽഡിംഗ് ഉണ്ട് അല്ലേ, ആ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. ഈ റെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നെങ്കിലും മറ്റൊരാളെ സംബന്ധിച്ചതൊരു ഇൻകമാണ് ഇല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ ഏതെങ്കിലും കടം മേടിച്ചു, അപ്പോൾ നമ്മളതിന് ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ട് അല്ലേ. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു ഇൻകമാണ്. കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, കമ്പനിയുടെ ഇൻകം, ഇതെല്ലാം എന്താണ്? ഇൻകം മെത്തേഡാണ്. ഇൻകം മെത്തേഡ് അനുസരിച്ച് ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ഇൻകം മെത്തേഡ് അനുസരിച്ചുള്ള നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് പ്രൊഡക്റ്റ് മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. ഓക്കെ, വാല്യൂ ആഡഡ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. മെഷേഴ്സ് നാഷണൽ ഇൻകം ബൈ കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇക്കണോമി ഡ്യൂറിങ് എ ഇയർ. അതായത് നമ്മൾ ഒരു പ്രത്യേക ഇയറിൽ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ടോട്ടൽ വാല്യൂ, ഓക്കെ, ടോട്ടൽ വാല്യൂ, അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ചിട്ടുള്ള നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ വാല്യൂ ആഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ഒരു സോപ്പ് വാങ്ങുകയെന്ന് ആലോചിച്ചു. ഓക്കെ, ഈ സോപ്പിൻ്റെ വില എത്രയാണ്? 50 രൂപയാണെന്ന് കരുതുക. ഓക്കെ, ഇതാണ് ഫൈനൽ വാല്യൂ. ഓക്കെ, ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 50 രൂപയാണ്. ഇനി ഇതിൻ്റെ വാല്യൂ ആഡഡ് എത്രയാണെന്ന് നോക്കണം. വാല്യൂ ആഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനൽ വിലയിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് വാല്യൂ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം നിങ്ങളൊരു സോപ്പ് നിർമ്മിക്കാമെന്ന് കരുതുക. അപ്പോൾ നമ്മൾ സോപ്പ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എല്ലാം കൂടെ ഒരു 40 രൂപയായെന്ന് വിചാരിച്ചു. 40 രൂപ.
അതിനോടൊപ്പം നമ്മൾ ഒരു വാല്യൂ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഫൈനൽ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ഇത് മാത്രം, ഈ വാല്യൂ ആഡ് മാത്രം കൂട്ടി നമ്മൾ എടുക്കുന്നതിനെയാണ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? സോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഏതൊക്കെ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻകം മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, പ്രൊഡക്റ്റ് മെത്തേഡ്. പ്രൊഡക്റ്റിനകത്ത് നമ്മൾ എന്താ എടുക്കുന്നത്? നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ വിലയല്ല, ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആഡ് എത്രയാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എല്ലാം ഉണ്ട്, അത് മാറ്റി നിർത്തിക്കൊണ്ട്, കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ ഓൾറെഡി എടുക്കുന്നുണ്ട്, ആ വാല്യൂ നമ്മൾ എത്രയാണോ ആഡ് ചെയ്യുന്നത് ആ വാല്യൂ വെച്ച് മാത്രം നമ്മൾ കണക്കാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ഇൻകം ബൈ കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എക്കണോമി. Okay, since all these three methods are valid ways to calculate national income, the correct answer is D. Okay, ഈ 3 മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ടേം ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ്? അതായത് ഇതൊരു ടെർമിനോളജിയാണ്. നമ്മൾ സാധാരണ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. നോർമലി പറയാറുണ്ട് നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ്, നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസസ്, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തത്തുല്യമായ മറ്റൊരു ടേം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് കറണ്ട് ഇൻകം, ഡൊമസ്റ്റിക് ഇൻകം, റിയൽ ഇൻകം, നൺ ഓഫ് ദ എബോവ്. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് റിയൽ ഇൻകം ആണ്. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചോളുക. നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് ഈക്വൽ ടു റിയൽ ഇൻകം എന്നങ്ങ് പഠിച്ചു വെച്ചോളുക. അതിന് എങ്ങനെ വരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കിയാട്ടെ. സി, ഇവിടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞേക്കാം. നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് മീൻസ് ഇൻകം മെഷേർഡ് ആഫ്റ്റർ റിമൂവിങ് ദ ഇഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് നാഷണൽ ഇൻകം ഇവിടെ റിയൽ ഇൻകം എന്ന് പറഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാഷണൽ ഇൻകത്തിൽ നിന്ന് ഇൻഫ്ലേഷൻ ഒഴിവാക്കിയതിന് ശേഷം, അതായത് ഇൻഫ്ലേഷൻ്റെ ഇഫക്റ്റ് ഇല്ലാതെയുള്ള ദേശീയ വരുമാനത്തെയാണ് നമ്മൾ നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഗീവ്സ് ദ റിയൽ വാല്യൂ ഓഫ് ഇൻകം ഷോയിങ് ദ ആക്ച്വൽ ഗ്രോത്ത് ഓഫ് പ്രൊഡക്ഷൻ. ഇതാണ് യഥാർത്ഥ നാഷണൽ ഇൻകം. സോ നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് കോൾഡ് റിയൽ നാഷണൽ ഇൻകം. ഓക്കെ, അപ്പം ഇതാണ് എക്സ്പ്ലനേഷൻ. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് ഇത് വിശദമാക്കി തരാം. ഓക്കെ, നമ്മൾ നാഷണൽ ഇൻകത്തെക്കുറിച്ച് പഠിച്ചല്ലേ. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വർഷത്തിൽ, ഇപ്പോൾ നമ്മൾ 2025 എന്ന് പറയുന്നൊരു ഇയർ എടുക്കുന്നു. ഓക്കെ, ആ ഒരു പ്രത്യേക വർഷത്തിൽ നമ്മളുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് അല്ലേ. ഒരു പ്രത്യേക വർഷം എന്ന് പറയാറുണ്ട്. സാധാരണഗതിയിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നമ്മൾ 2025 എടുക്കുന്നതിന് പകരം 2020 എന്ന് എടുത്ത് നോക്കിയേ. ഇപ്പോൾ 2020 നമ്മൾ GDP കണക്കാക്കി, GDP 100 രൂപയാണെന്ന് കരുതുക. ഓക്കെ, 2020 ആകുമ്പോൾ ഈ 100 തന്നെ ആയിരിക്കുമോ നമ്മുടെ GDP എന്ന് പറയുന്നത്? വ്യത്യാസം വരും. കാരണം എന്താ? പല റീസൺസ് വരാം. അതിലൊരു റീസണാണ് നമ്മുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിലുണ്ടാകുന്ന വർധനമെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 2020 ഉദാഹരണം പറയാം, 2020 ഒരു പാക്കറ്റ് പാലിന് 20 രൂപയാണെന്ന് കരുതുക. 2021 ആകുമ്പോഴത്തേക്ക് ഇത് 20 എന്നുള്ള ചിലപ്പോൾ 25 ആകാം, 26 ആകാം. അങ്ങനെ നോക്കുമ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർഷാവർഷം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ ഉണ്ടാകുന്ന വർധനവിന് പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നുണ്ട്. ഈ ഇൻഫ്ലേഷനോട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റീസെൻ്റായിട്ട് ചെയ്തതാണ്. ആ ഇൻഫ്ലേഷനോട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കണം. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ വർഷം കഴിയുന്തോറും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് സെറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നറിയോ? ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് നമുക്ക് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യും. ഇത്ര ശതമാനം മാത്രമേ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ, അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല എന്നൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യും. സാധാരണഗതിയിൽ 5 വർഷത്തേക്കാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2020 ആണെന്ന് വിചാരിച്ചു. 2021, 22, 22 തൊട്ട് 22, 22 തൊട്ട് 23, 24, 25
2020 വർഷത്തേക്ക് 10% ആയിരിക്കണം ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് ഗവൺമെൻറ് സെറ്റ് ചെയ്യും. കാരണം അതിനപ്പുറത്തേക്ക് വില കൂടാൻ പാടില്ല. അതായത് ഒരു സാധനത്തിൻ്റെ വില 10% കൂടുതൽ കൂടാൻ പാടില്ല എന്നങ്ങ് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ 2020 മുതൽ 2025 വരെ എന്നല്ലേ പറഞ്ഞത്. ആ 2020 നമ്മൾ പറയുന്ന പേരാണ് ബേസ് ഇയർ. ഈ 2025 ഇപ്പോൾ വന്നേക്കുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഏത് വർഷം? 2025. അപ്പം നമ്മളതിനെ കറണ്ട് ഇയർ എന്ന് പറയും. ഓക്കെ, ബേസ് ഇയർ, കറണ്ട് ഇയർ, ഇങ്ങനെ 2 വർഷമുണ്ട്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ അങ്ങ് സെറ്റ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം. ഇനി ആദ്യം നിങ്ങൾ 2020 നോക്കിക്കേ. ഈ 2020 നമുക്ക് വലിയ ഇൻഫ്ലേഷൻ്റെ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ 2020 നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് GDP അറ്റ് ബേസ് ഇയർ. 2020 GDPക്ക് പറയുന്ന പേരാണ് GDP അറ്റ് ബേസ് ഇയർ. നമ്മളിപ്പോൾ നിൽക്കുന്ന 2025 അപ്പോൾ 2025 GDPക്ക് എന്ന് പറയുന്ന പേരാണ് GDP അറ്റ് കറണ്ട് ഇയർ. ഓക്കെ, അപ്പോൾ GDP അറ്റ് ബേസ് ഇയർ എന്ന് പറയുമ്പോൾ 2020 അത് ഇൻഫ്ലേഷനൊന്നും ഇല്ല, അത് തുടങ്ങുന്ന സമയമാണ് 2020 തൊട്ട് 25 വരെയുള്ള. അപ്പോൾ 2020 എന്ന് പറയുന്നത് എന്താണ്? GDP അറ്റ് ബേസ് ഇയറും GDP കറണ്ട് ഇയർ വരുമ്പം GDP അറ്റ് കറണ്ട് ഇയർ. അപ്പോൾ GDP അറ്റ് ബേസ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന GDPക്ക് നമ്മൾ പറയുന്ന പേരാണ് GDP, അല്ലെങ്കിൽ റിയൽ GDP എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ റിയൽ GDP ഓർ റിയൽ ഇൻകം. ഓക്കെ, അതേസമയം കറണ്ട് ഇയറിൽ, അത് ഈ വർഷത്തെ നമ്മൾ GDP കണക്കാക്കുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് നോമിനൽ GDP ഓർ നോമിനൽ ഇൻകം. ഇപ്പോൾ 2 GDP മനസ്സിലായല്ലോ. GDP അറ്റ് ബേസ് ഇയർ, GDP അറ്റ് കറണ്ട് ഇയർ. ഓക്കെ, റിയൽ GDP, നോമിനൽ GDP. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മളീ പറഞ്ഞ കറണ്ട്, ഈ ബേസ് ഇയറിലെ GDPക്ക് എന്ന് പറയുന്ന പേരാണ് കോൺസ്റ്റൻറ്റ് പ്രൈസ് GDP, അല്ലെന്നുണ്ടെങ്കിൽ റിയൽ GDP എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി എൻ്റെ കാൽക്കുലേഷനും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഇവിടെ 2020 നമ്മൾ എടുക്കാം. 2020 നമ്മുടെ രാജ്യത്ത് 100 രൂപ വിലയുള്ള 100 പ്രൊഡക്റ്റ് നിർമ്മിക്കുക. 500 രൂപ വിലയുള്ള 100 പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നു. അപ്പം നമ്മുടെ നാഷണൽ ഇൻകം എത്ര വരുന്നുണ്ട്? 50,000 രൂപ വരുന്നുണ്ട്. ഓക്കെ, ഈ 50,000-ന് ഇത് 2020 ബേസ് ഇയർ അല്ലേ. അപ്പം GDP അറ്റ് ബേസ് ഇയർ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ റിയൽ GDP എന്ന് പറയുന്നു. ഇതാണ് റിയൽ GDP ഓർ റിയൽ ഇൻകം, റിയൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, 2020 2025 ആയപ്പോഴത്തേക്ക് സാധനത്തിൻ്റെ എല്ലാം വില കൂടി ഇൻഫ്ലേഷൻ 10% ആയി. അപ്പം നമ്മൾ ഇൻഫ്ലേഷൻ നിൽക്കുകയാണ് ഇപ്പോൾ 2025 ഇൻഫ്ലേഷൻ ആകുമ്പോൾ നമ്മൾ ആ ഇൻഫ്ലേഷൻ, സാധനത്തിൻ്റെ സേവനത്തിൻ്റെ വില കൂടി നമ്മൾ പരിഗണിക്കേണ്ടായോ? അപ്പം 500 രൂപ വിലയുള്ള സാധനത്തിൻ്റെ 10% എത്രയാണ്? 500ൻ്റെ 10% 50 വരുന്നത്. ഓക്കെ, അപ്പോൾ 50 രൂപയും കൂടെ കൂടി. അപ്പോൾ 100 പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിച്ചു. എത്ര രൂപയുടെ? 550ൻ്റെ. അപ്പം നമുക്ക് എത്ര വന്നു? നമ്മളുടെ ഇൻകം എത്ര വന്നു? 55,000 വന്നു. ഇതിനെയാണ് നമ്മൾ നോമിനൽ GDP അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം റിയൽ ഇൻകത്തിനകത്ത് നമുക്ക് ഇൻഫ്ലേഷൻ ഇല്ല. നോമിനൽ GDPക്കകത്ത് എന്തുണ്ട്? ഇൻഫ്ലേഷൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം റിയൽ എന്ന് പറയുന്നത് എന്താണ്? റിമൂവിങ് ദ ഇഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ ഇഫക്റ്റ് ഇല്ലാത്തതാണ് റിയൽ GDP. ഇൻഫ്ലേഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നോമിനൽ GDP. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ സാധാരണഗതി ഗവൺമെൻറ് ഇങ്ങനൊരു കണക്ക് പറയും. അപ്പോൾ നമ്മളൊരിക്കും ശരിയാണല്ലോ, 2020 നമ്മുടെ GDP എന്ന് പറയുന്നത് 50,000 റുപ്യ ഉണ്ടായിരുന്നുള്ളൂ, 2025 ആയപ്പോഴത്തേക്ക് 55,000. ഗവൺമെൻറ് നല്ല കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സാമ്പത്തിക വളർച്ച ഉണ്ടായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നോമിനൽ GDPക്കകത്ത് ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പം അവിടെ നമ്മൾ സാമ്പത്തിക വളർച്ച പരിശോധിക്കേണ്ടത് എത്ര പ്രൊഡക്റ്റ് നിർമ്മിച്ചു എന്നാണ്. മനസ്സിലാവുന്നുണ്ട്? 2020 100 പ്രൊഡക്റ്റ് നിർമ്മിച്ചുള്ളൂ, 2025 100 പ്രൊഡക്റ്റ് നിർമ്മിച്ചുള്ളൂ. സോ അവിടെ നമുക്ക് സാമ്പത്തിക വളർച്ചയോ വികസനമോ ഇല്ല. പിന്നെ നമുക്ക് പറയാം GDP കൂടാനുള്ള കാരണം എന്താ? ഇൻഫ്ലേഷൻ വന്നതുകൊണ്ടാണ്. അപ്പം നോക്ക്, ആക്ച്വലി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഗ്രോത്ത് വന്നിട്ടുണ്ടോ? നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ, എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ ഇൻഫ്ലേഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഞാൻ വെറുതെ നിങ്ങളോടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് 2020 നിങ്ങളുടെ ശമ്പളം 20,000 രൂപ എന്ന് കരുതുക. 2025 ആയപ്പോഴത്തേക്ക് നിങ്ങളുടെ ശമ്പളം 25,000 രൂപയാക്കി തന്നു. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, 5 വർഷം കൂടിയപ്പോഴാണ് എത്ര മാറ്റം വന്നത്. എന്തെങ്കിലും ബെനിഫിറ്റ് അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കാരണം എന്താ? നിങ്ങൾ തന്നെ നിങ്ങളെ റിയൽ ലൈഫ് വെച്ച് ചിന്തിച്ച് നോക്കും, ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? 2020 നിന്ന് 25 എത്തുമ്പോൾ അന്നത്തെ സാധനങ്ങളുടെ വിലയേക്കാൾ ഒരുപാട് വർധനവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫലത്തിൽ നിങ്ങളുടെ ഇൻകം കൂടിയെന്ന് കാണിച്ചു എന്ന് പറഞ്ഞാൽ ശരി, നിങ്ങൾക്ക് അതിൽ നിന്ന് ആക്ച്വൽ ബെനിഫിറ്റ് ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ അപ്പോഴും നിങ്ങളുടെ ആ വരുമാനം അത്രയും തന്നെ നിൽക്കുകയാണ്, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. എന്ന് പറയുന്ന പോലാണ് റിയൽ ജി ഡി പി നോമിനൽ ജി ഡി പി തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇത്രയും മാത്രം ഓർത്താൽ മതി. റിയൽ ജി ഡി പി എന്ന് പറയുന്നത് ബേസ് ഇയറിലായിരിക്കും, അവിടെ ഇൻഫ്ലേഷൻ ഇല്ല. നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് കറണ്ട് ഇയറിലാണ്, അവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്. സെറ്റല്ലേ? സിമ്പിളല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് വൈൽ മെഷറിംഗ് ദ ജി എൻ പി? നമ്മുടെ ജി എൻ പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത, അതായത് ജി എൻ പിയുടെ കാൽക്കുലേഷനകത്ത് നമ്മൾ പരിഗണിക്കാത്ത കാര്യങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ജി എൻ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതായത് ഒരു രാജ്യത്തെ പൗരന്മാർ, നാഷണൽസ്, ഒരു രാജ്യത്തെ പൗരന്മാർ അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷനിലൂടെ നേടിയെടുക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ ജി എൻ പി എന്ന് പറയുന്നത്. അപ്പോൾ ജി എൻ പി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വരുമാനം വരാം, ദുബായിൽ നിന്ന് ഒരാൾ നമ്മുടെ രാജ്യത്തേക്ക് പൈസ അയക്കുമ്പോൾ അതും ജി എൻ പിയിൽ വരാം. കാരണം എന്താ? ദുബായിൽ നിൽക്കുന്ന ആൾ ഇൻ്റർനാഷണലാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അവരയക്കുന്ന പൈസ നമ്മുടെ ജി എൻ പിയിൽ വരാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ജി എൻ പി നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങളത് കയറി കണ്ടോളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഇല്ലീഗൽ ആൻഡ് ലെഷർ ആക്ടിവിറ്റീസ്, പ്യുവർലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ട്രാൻസ്ഫറിങ് ഓഫ് യൂസ്ഡ് ഗുഡ്സ് ആൻഡ് നോൺ മാർക്കറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓൾ ഓഫ് ദി അബോവ്. അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്താത്തത്? ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി അബോവ് ആണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കാം. ഒന്നാമത്തെ നോക്കിയേ, ദ ഫോളോയിങ് ഐറ്റംസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ഇല്ലീഗൽ ആൻഡ് ലെഷർ ആക്ടിവിറ്റീസ്. ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നിയമവിരുദ്ധമായി ചെയ്യുന്ന പ്രവൃത്തികളാണ്. അതിപ്പം ഉദാഹരണത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കാതെ എന്തെങ്കിലും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലീഗലായിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോഴോ ഇതിൻ്റെ വരുമാനങ്ങൾ ഒരിക്കലും എങ്ങും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. ഇത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. റെക്കോർഡ് ചെയ്യപ്പെടാത്തത് വരുമാനത്തിലോ ഒന്നും വരാറില്ല. സോ ദേ ആർ നോട്ട് ഒഫീഷ്യലി റെക്കോർഡ് ആൻഡ് ഹാവ് നോ മാർക്കറ്റ് വാല്യൂ. ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യപ്പെടാത്തതിന് മാർക്കറ്റ് വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒന്നും എന്തിൽ വരുന്നില്ല? നാഷണൽ ഇൻകത്തിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്താണ് പ്യുവർലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലൈക്ക് ബൈയിങ് ഷെയർ, ബോണ്ട്, ലോട്ടറി ടിക്കറ്റ്. അതൊക്കെ ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നത് അല്ലെങ്കിൽ ഷെയർ വാങ്ങുന്നത്, ഒരു കമ്പനിയിൽ നിന്ന് ബോണ്ട് വാങ്ങുന്നത്, ഇതൊന്നും എന്തായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, നാഷണൽ ഇൻകത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുതിയൊരു പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഒരു പുതിയൊരു പ്രൊഡക്ഷൻ നടക്കുമോ, ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവുന്നില്ല? ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് മേടിക്കുന്നത് എന്തിൽ വരുന്നില്ല? നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു പരീക്ഷയ്ക്ക്, ഒരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോട്ടറി ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത് നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമോ? ഇല്ല, ചെയ്യില്ല. കാരണം അവിടെ പുതിയൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കപ്പെടുകയോ അതിൻ്റെ വാല്യൂ അസസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. ക്ലിയർ? അടുത്താണ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, യൂസ്ഡ് ഗുഡ്സ് ആൻഡ് നോൺ മാർക്കറ്റ് ഗുഡ്സ് ഓർ സർവീസസ്. നമ്മുടെ രാജ്യത്ത് അല്ല നാട്ടിൽ യൂസ്ഡ് കാറ്, ഓൾഡ് ഫർണിച്ചർ, ഹോം ഗ്രോൺ വെജിറ്റബിൾസ്, ഹൗസ് വർക്ക് ഹോം മേക്കേഴ്സും, നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ തൊഴിലെടുക്കുന്നതിന് അത് ദേശീയ വരുമാനത്തിൽ വരുന്നില്ല. കാരണം അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. വീട്ടിലെ അമ്മമാരോ സ്ത്രീകളോ ജോലി ചെയ്യുന്നത്, അടുക്കള ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യുന്നത് ഒന്നും പേ ചെയ്തിട്ടല്ല, അവിടെ അവർക്കതിൻ്റെ പ്രതിഫലം കിട്ടുന്നില്ല. സോ അതുകൊണ്ട് നാഷണൽ ഇൻകത്തിനകത്ത് വരുന്നില്ല. അതുപോലെ വീട്ടിലെ പച്ചക്കറികൾ, നമ്മൾ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു, അത് നാഷണൽ ഇൻകത്തിൽ വരുന്നില്ല. അതുപോലെ നമ്മൾ ഓൾഡ് ഫർണിച്ചർ വാങ്ങുന്നു അല്ലെങ്കിൽ ഓൾഡ് ഫർണിച്ചർ കൊടുക്കുന്നു, അത് ഓൾഡാണ്, ഒരു ന്യൂ പ്രൊഡക്റ്റ് അല്ല, ഓൾറെഡി അതിൻ്റെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അത് വീണ്ടും സെല് ചെയ്തെന്ന് വെച്ചിട്ട് അതൊരിക്കലും നാഷണൽ ഇൻകത്തിൽ വരുന്നില്ല. അതുപോലെയാണ് യൂസ്ഡ് കാറിൻ്റെ കാര്യം. യൂസ്ഡ് കാർ ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്തതാണ്, ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പം GNP വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ GNP കാൽക്കുലേഷനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് കാൽക്കുലേറ്റ് ദ
ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷനാണെന്നാണ് ചോദ്യം. നമ്മുടെ ഓപ്ഷൻസ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO ആൻഡ് നൺ ഓഫ് ദ എബോവ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ NSO ആണ് നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. നമ്മുടെ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് സ്ഥാപനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴും NSO ആണ്. ഇനി എക്സാമിന് ചോദിക്കുന്നത് ചിലപ്പം ഇങ്ങനെ ആയിരിക്കും, നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നവരാണ് എന്ന് ചോദിക്കുമ്പോഴും ഏതാണ് ആൻസർ വരുന്നത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്, NSO ആണ്. ഓക്കെ, അത് ഇൻ ഇന്ത്യ NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, വിച്ച് ഫങ്ഷൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, MOSPI. അതായത് ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം, ഈ NSO എന്ന് പറയുന്നത് ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോരുത്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, MOSPIയുടെ കീഴിലാണ് NSO വരുന്നത്. ഇനി NSOയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. എസ്റ്റിമേറ്റിംഗ് ദ GDP, എസ്റ്റിമേറ്റിംഗ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, പ്രിപ്പയറിംഗ് നാഷണൽ അക്കൗണ്ട്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പബ്ലിഷിംഗ് ക്വാർട്ടർലി ആൻഡ് ആനുവൽ GDP ഡേറ്റ. അതായത് ക്വാർട്ടർലിയും അതുപോലെ ആനുവലിയും GDP ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? NSOയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തെറ്റിപ്പോരുത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഡെഫിനിഷൻ ഫോർ ദ GDP ഓഫ് എ കൺട്രി? ഒരു രാജ്യത്തിൻ്റെ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എക്സാക്റ്റ് ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രീവിയസ് ചോദ്യമാണ്. ഓപ്ഷൻ എ നോക്കാം. ദ GDP ഓർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ദ എക്കണോമിക് ട്രാൻസാക്ഷൻസ് വിതിൻ എ കൺട്രി ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് നടന്ന എക്കണോമിക് ട്രാൻസാക്ഷൻ്റെ ആകെ പണമൂല്യത്തെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ബോത്ത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ കൺട്രി വിതിൻ എ ഇയർ. ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് നടന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യവും പണമല്ലാത്ത മൂല്യത്തിൻ്റെയും ആകെ തുകയാണ് GDP. അത് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ദ GDP ഈസ് എ ടോട്ടൽ വാല്യൂ ഓഫ് ട്രേഡബിൾ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി വിതിൻ എ ഗിവൺ ഇയർ. ഒരു പ്രത്യേക കാലയളവിൽ ഒരു രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട ട്രേഡബിൾ ഗുഡ്സിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ, നൺ ഓഫ് ദ എബോവ്. ഏതാണെന്നാണ് ചോദ്യം. ഈ തന്നിരിക്കുന്നത് ഒന്നും GDPയുടെ ഡെഫിനേഷൻ അല്ല, പ്രോപ്പർ ഡെഫിനേഷൻ അല്ല. ഏകദേശമൊക്കെ പാർഷ്യലൊക്കെ വരുന്നുണ്ട്, പക്ഷേ എക്സാക്റ്റ് ഡെഫിനേഷൻ അല്ല. എക്സാക്റ്റ് ഡെഫിനേഷൻ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കാം. GDP ഈസ് ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ്, ശ്രദ്ധിക്കുക, ഗ്രോസ് എന്നുള്ളത് കൊണ്ടാണ് ടോട്ടൽ വരുന്നത്. ഇത് ബൈഹാർട്ട് ചെയ്തോണം. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. എങ്ങനെയാണ് ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. GDP ഈസ് ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ്. ഓക്കെ, ഓർക്കുക, ഫൈനൽ ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞാലും തെറ്റാണ്, ഫൈനൽ ഗുഡ്സ് എന്ന് തന്നെ കൃത്യമായിട്ട് എംഫസൈസ് ചെയ്യണം. ഓക്കെ, സോ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ നിർമ്മിക്കപ്പെട്ട എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും വാല്യൂ, അതാണ് GDP. എസ്പെഷ്യലി ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിതിൻ എ പർട്ടിക്കുലർ ഇയർ. ഒരു തന്നിരിക്കുന്ന വർഷം, ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറിക്കുള്ളിൽ നിർമ്മിക്കപ്പെട്ട എല്ലാ ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? GDP എന്ന് വിളിക്കുന്നത്. തെറ്റിപ്പോരുത്. ഇതിന് മുമ്പ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചപ്പം അവർ ഫൈനൽ ഗുഡ്സ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു, ഗുഡ്സ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. കാരണം ഗുഡ്സ് എന്ന് പറയുമ്പം അതിനകത്ത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് വരാം. ഓക്കെ, നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ എടുക്കാറില്ല, പകരം നമ്മൾ ഫൈനൽ ഗുഡ്സിൻ്റെ വില മാത്രമേ GDP കാൽക്കുലേഷനകത്ത് എടുക്കാറുള്ളൂ. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് എ ക്ലോസ്ഡ് എക്കണോമി? എന്താണ് ഒരു ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ? Closed economy is a type of economy where the money supply is totally controlled by the government. ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ മണി സപ്ലൈയും കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ അത്തരം എക്കണോമിയെ ക്ലോസ്ഡ് എക്കണോമി എന്ന് വിളിക്കുന്നു. അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ആ ക്ലോസ്ഡ് എക്കണോമി ഈസ് എ ടൈപ്പ് ഓഫ് എക്കണോമി വെയർ നീദർ എക്സ്പോർട്സ് നോർ ഇമ്പോർട്ട്സ് ടേക്സ് പ്ലേസ്.
ഒരു രാജ്യം ആ രാജ്യത്ത് എക്സ്പോർട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ആ രാജ്യത്തേക്ക് ഇമ്പോർട്ടും ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള എക്കണോമിയാണ് ക്ലോസ്ഡ് എക്കണോമി. അത് രണ്ടാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ സി, എ ക്ലോസ്ഡ് എക്കണോമി ഈസ് എ ടൈപ്പ് ഓഫ് എക്കണോമി വെയർ ഡെഫിസിറ്റ് ഫിനാൻസിങ് ടേക്സ് പ്ലേസ്. ഓപ്ഷൻ ഡി, എ ക്ലോസ്ഡ് എക്കണോമി ഈസ് എ ടൈപ്പ് ഓഫ് എക്കണോമി വെയർ ദർ ആർ നോ എക്സ്പോർട്സ് ടു അതർ കൺട്രീസ്. ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നമ്മൾ ക്ലോസ്ഡ് എക്കണോമി എന്ന് വിളിക്കുന്നു. ഓക്കെ, ആൻസറിലേക്ക് പോകാം. ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് എക്കണോമി ദാറ്റ് ഡസ് നോട്ട് എൻഗേജ് ഇൻ ഫോറിൻ ട്രേഡ്. അതായത് ഒരു രാജ്യം ഫോറിൻ ട്രേഡിനകത്ത് എൻഗേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം എക്കണോമിക്ക് പറയുന്ന പേരാണ് ക്ലോസ്ഡ് എക്കണോമി. ഫോറിൻ ട്രേഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദർ ഈസ് നോ എക്സ്പോർട്ട്, ദർ ഈസ് നോ ഇമ്പോർട്ട്. ആ രാജ്യം ഒരു സാധനങ്ങളും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല. ആ രാജ്യം ഒരു സാധനങ്ങളും അവരുടെ രാജ്യത്തേക്ക് ഇറക്കുമതിയും ചെയ്യുന്നില്ല. അത്തരം എക്കണോമിക്ക് പറയുന്ന പേരാണ് ക്ലോസ്ഡ് എക്കണോമി. The economy is completely isolated from global markets. Therefore, the correct definition is a closed economy is a type of economy where neither export nor import take place. അവിടെ എക്സ്പോർട്ടുമില്ല ഇമ്പോർട്ടുമില്ല. അത്തരം എക്കണോമിയാണ് ക്ലോസ്ഡ് എക്കണോമി. ക്ലിയർ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നീഡഡ് വൈൽ കൺസിഡറിങ് ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. നമ്മൾ GNP കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാത്തത് എന്ത്, നമ്മൾ GNP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന സമയത്തോ നമ്മൾ പരിഗണിക്കാത്ത കാര്യം എന്തെന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഫോറിനേഴ്സ് വിതിൻ എ ഗിവൺ പീരീഡ്. അതായത് ഒരു രാജ്യത്ത് ആ രാജ്യത്തേക്ക് വിദേശികളായ വ്യക്തികൾ, ആ രാജ്യത്തിൻ്റെ പൗരന്മാരല്ല, ഇപ്പം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കൻസ് ഇവിടെ വെച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പൈസ, അതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഫോറിനർ എന്ന് പറയുന്നത്. അവരുടെ പൈസ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. അടുത്തത്, ടോട്ടൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് വിതിൻ എ ഇയർ. ഒരു രാജ്യത്ത് സ്വകാര്യ വ്യക്തികളോ സ്വകാര്യ കമ്പനികളോ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. മൂന്നാമത്തത്, ടോട്ടൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് മെയ്ഡ് ബൈ ദ ഗവൺമെൻറ് വിതിൻ എ ഗിവൺ പീരീഡ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് നടത്തുന്ന ടോട്ടൽ പർച്ചേസ്, അതും കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ഓപ്ഷൻ ഡി, ദ ടോട്ടൽ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ദ സിറ്റിസൺസ് ഓഫ് ദ കൺട്രി വിതിൻ എ ഗിവൺ പീരീഡ്. ഒരു രാജ്യത്തെ പൗരന്മാരുടെ പ്രതിശീർഷ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇതിൽ ഏതാണ്, നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ കാൽക്കുലേറ്റ് ചെയ്യാത്തത്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്തത്, പർച്ചേസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യാത്തത്, അതോ പ്രതിശീർഷ വരുമാനമാണോ നമ്മൾ GNPയിൽ കൺസിഡർ ചെയ്യാത്തത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആൻസറിലേക്ക് വരാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പെർ ക്യാപിറ്റ ഇൻകം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്തത്. ബാക്കി എല്ലാ കാര്യങ്ങളും GNP വരുമ്പോൾ നമ്മൾ കണക്കാക്കാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. വൈൽ കാൽക്കുലേറ്റിംഗ് GNP കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഫോറിനർ. ഒരു ഫോറിനേഴ്സ് കൊണ്ടുവന്ന പൈസ അല്ലെങ്കിൽ ഫോറിനേഴ്സ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDPയിൽ നിന്ന് നെറ്റ് ഇൻകം, അതായത് ഫോറിനേഴ്സിൻ്റെ നെറ്റ് ഇൻകം കുറയ്ക്കണം. കാരണം എന്ന് വെച്ചാൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDPയിൽ ഇന്ത്യക്കാരുടെ പൈസ ഉണ്ട്, ഫോറിനേഴ്സിൻ്റെ പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ GNP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ പൈസ മാത്രം എടുക്കുന്നത്, അപ്പോൾ ഫോറിനേഴ്സിൻ്റെ പൈസ നമ്മൾ കുറയ്ക്കണം. അപ്പം GNP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ GDPയിൽ നിന്ന് ഫോറിനേഴ്സിൻ്റെ ഇൻകം കുറയ്ക്കണം. അപ്പം നമ്മൾ ഫോറിനേഴ്സിൻ്റെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ദ എബ്രോഡ് അത് നമ്മൾ നോക്കണം GNP എടുക്കുമ്പോൾ. ഓക്കെ, അടുത്തത് ടോട്ടൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്വകാര്യ വ്യക്തികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അടുത്തത് ഗവൺമെൻറ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് ഗവൺമെൻറ് സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യുന്നു. അതായത് ഗവൺമെൻറ് പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ചിലവാക്കിയിട്ടാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണല്ലോ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നാഷണൽ ഇൻകത്തിൽ നമ്മൾ നോക്കുമല്ലോ, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ ഗവൺമെൻറ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതും നമ്മൾ GNPയിൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, അപ്പം GNP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം ആണ്. പെർ ക്യാപിറ്റ ഇൻകം നോക്കേണ്ട കാര്യമില്ല. കാര്യം പെർ ക്യാപിറ്റ ഇൻകം PCI എന്ന് പറഞ്ഞാൽ എന്താണ്? GNP ഡിവൈഡ് ബൈ പോപ്പുലേഷനാണ്. നമ്മുടെ മൊത്തം GNPയെ ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണെന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ GNP നോക്കുമ്പോൾ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ
7 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം ഡിഫിക്കൽട്ട്, ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ള് ഇരുന്ന് കാണണം. കണ്ടിട്ട് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ജെനുവിൻ ഒപ്പീനിയൻ നമുക്ക് കമൻ്റായിട്ട് തരിക. നിങ്ങളുടെ കമൻ്റ് അനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്ത് വന്നാലും നാഷണൽ ഇൻകം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷ എടുത്താലും റാങ്ക് മേക്കിംഗ് പോർഷനാണ്. GDP, GNP ഇതെല്ലാം കൺഫ്യൂസിങ് ആണ്. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നാഷണൽ ഇൻകമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മലയാളത്തിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഈ വീഡിയോടൊപ്പം ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കയറി കാണണം. ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.